മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദുർഗയും കരുണയുമാണെങ്കിൽ വളരെ പ്രാർത്ഥനയിൽ തന്നെയാണ് മേഘന എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം, മേഘേട്ടൻ്റെ ആരോഗ്യസ്ഥിതിക്ക് യാതൊരുവിധ കുഴപ്പവും സംഭവിക്കരുതെന്നെല്ലാം ദുർഗയും കരുണയും ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. കാരണം മേഘേട്ടനുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം തീരുമാനമുണ്ടാവുള്ളൂ, അല്ലാതെ ഉണ്ണിയേട്ടനെ കൊണ്ടൊന്നും ഒരു കാര്യവും നടക്കില്ല എന്നെല്ലാം കരുണ പറയുന്നുണ്ട്. അതേസമയം ഡോക്ടറാണെങ്കിൽ സിസ്റ്ററോടായിട്ട് പറയുന്നുണ്ട്, മേഘൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്, അയാൾക്ക് വേണ്ടപ്പെട്ടവർ ആരെയും കണ്ടിരുന്നെങ്കിൽ അയാളുടെ ജീവൻ നിലനിർത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ മേഘൻ്റെ അമ്മയാണെങ്കിൽ സീമന്തിനി ഓടി വരുന്നുണ്ട്. എന്താ ഡോക്ടറെ, എൻ്റെ മോന് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് സീമന്തിനി ആണെങ്കിൽ ഓടി വരുന്നുണ്ട് ഡോക്ടറെ അടുത്ത്. അപ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, ഒരു പുരോഗതിയും ഇല്ല, അയാളുടെ നില അതീവ ഗുരുതരമായിട്ട് തന്നെ തുടരുകയാണ്, മരുന്നുകളോടൊന്നും പ്രതികരിക്കുന്നില്ല, അതുകൊണ്ട് വെന്റിലേറ്ററിൽ തന്നെയാണ് അയാളുടെ ശ്വാസോച്ഛ്വാസം നടക്കുന്നത്, അതുകൊണ്ട് വെന്റിലേറ്ററിൽ എടുത്താൽ അയാളുടെ ജീവൻ തന്നെ നഷ്ടമാകും, അതുകൊണ്ട് നിങ്ങൾ എന്താണെങ്കിലും തീരുമാനിച്ചിട്ട് പറയാനായിട്ട് പറയുകയാണ് സീമന്തിനിയോട്. അത് കേട്ട് സീമന്തിനിയാണെങ്കിൽ ആകെ പേടിച്ച് പോകുന്നുണ്ട്. എൻ്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം ഡോക്ടറെ എന്ന് പറയുമ്പോൾ അതൊരിക്കലും സാധിക്കില്ല, കാരണം അയാളുടെ പൾസ് എല്ലാം വീക്കായിക്കൊണ്ടിരിക്കുകയാണ്, ശരീരത്തിൽ ഒരവയവവും അയാൾ മരുന്നുമായിട്ട് പ്രതികരിക്കുന്നില്ല, അതുകൊണ്ട് ഇനി മുന്നോട്ട് വെന്റിലേറ്ററിൽ കിടത്തണം എന്നുള്ള കാര്യം തീരുമാനിക്കണമെന്ന് നിങ്ങളുടെ ആളുകളുമായിട്ട് തീരുമാനിക്കണമെന്ന് ഡോക്ടർ തറപ്പിച്ച് പറയുന്നുണ്ട്. അത് കേട്ട വളരെയേറെ പൊട്ടിക്കരയാണ് സീമന്തിനി. എൻ്റെ മോനെ എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി തരണേ ഡോക്ടറെ എന്നും പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ടെങ്കിലും ഡോക്ടർ പറയുന്നുണ്ട്, അതിലൊരു കാര്യവുമില്ല, അങ്ങനെ കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, ആരെങ്കിലും സൈൻ ചെയ്ത് തരാണെങ്കിൽ അയാളുടെ വെന്റിലേറ്റർ ഊരാമെന്നുള്ള സംവിധാനം ഞാൻ ചെയ്യാമെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട്. അവൻ്റെ കഥ കഴിയണം, അവൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് തന്നെ വിചാരിക്കുകയാണ്. പിന്നീട് ലോപ്പസിനോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പോൾ ലോപ്പസ് പറയുന്നുണ്ട്, ഒന്നും നോക്കാനില്ല സാറേ, അതങ്ങോട്ട് എഴുതി അങ്ങോട്ട് കൊടുക്കുക, അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് യാതൊരുവിധ കാര്യവുമില്ല, അവൻ്റെ ആയുസ് തീരുന്നത് തന്നെയാണ് നല്ലതെന്നെല്ലാം പറയുന്നുണ്ട് ലോപ്പസ്. അത് കേട്ട് കണ്ണൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഒന്നുകൂടെ ആലോചിച്ചിട്ട് വേണം അത് ചെയ്യാനെന്ന് പറയുകയാണ്. ഇനിയൊന്നും ആലോചിക്കാനില്ല സാറേ, അവനെ മാർക്കോനെ ചെയ്തത് ഓർത്താൽ എനിക്ക് അവനെ ഇപ്പോൾ തന്നെ കൊല്ലാനുള്ള മനസ്സാണുള്ളത്, അത് ദൈവം തന്ന ഒരു അവസരമായിട്ട് വേണം നമ്മളിത് കണക്കാക്കാൻ, അതുകൊണ്ട് സാറാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിൽ ഒപ്പിട്ട് കൊടുക്കാനായിട്ട് ലോപ്പസ് ആണെങ്കിൽ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ കണ്ണനാണെങ്കിൽ ഒരു ചെറിയൊരു മനസ്സോടുകൂടി തന്നെ കണ്ണൻ അത് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം. അങ്ങനെ സീമന്തിനാണെങ്കിൽ വളരെയേറെ സങ്കടത്തോടുകൂടി തന്നെ പൊട്ടിക്കരയാണ്. എനിക്കെൻ്റെ മോനെ ജീവനോടുകൂടി കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മോനെ കാണാനായിട്ട് ICUവിനകത്ത് കയറുന്നുണ്ട്. അങ്ങനെ ജീവച്ഛവമായിട്ട് കിടക്കുന്ന മേഘനയാണ് കാണുന്നത്. അങ്ങനെ മേഘനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ പൊട്ടിക്കരയാണ്. പക്ഷേ മേഘനാണെങ്കിൽ യാതൊരുവിധ ബോധവും ഒന്നും ഇല്ലാതെ മേഘൻ കണ്ണു തുറന്ന് തന്നെ കിടക്കുകയാണ്. മേഘൻ്റെ ജീവൻ ഏത് നിമിഷവും നഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് മേഘൻ കിടക്കുന്നത്. പിന്നീട് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം കണ്ണനാണെങ്കിൽ ആ സൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് ഡോക്ടറുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഡോക്ടറോട് പറയുന്നുണ്ട്, എനിക്ക് മനസ്സോടുകൂടിയാണ് സമ്മതിക്കുന്നത്, പക്ഷേ എന്ത് ചെയ്യാം, ഇനി അവൻ മുന്നോട്ട് ജീവിതത്തിലോട്ട് വരില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടും യാതൊരു അർത്ഥമില്ലല്ലോ ഡോക്ടറെ, അതുകൊണ്ട് ഞാൻ സൈൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറുടെ അടുത്ത് ചെല്ലുകയാണ് കണ്ണൻ. അങ്ങനെ വെന്റിലേറ്ററിൽ ഊരിയതും മേഘനാണെങ്കിൽ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ കരയാണ് സീമന്തിനി. എൻ്റെ മോനെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയൊരു ദുഃഖത്തോടുകൂടി നിൽക്കുകയാണ് കണ്ണനും ലോപ്പസും. അങ്ങനെ കണ്ണൻ്റെ ശത്രുക്കളിൽ ഒരാളാണെങ്കിൽ വിടവാങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ചെറിയ സന്തോഷം കണ്ണനും ലോപ്പസിനും ഉണ്ടെങ്കിലും അവിടെ സീമന്തിനിയുടെ മുന്നിൽ അത് പ്രകടിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരും വിഷമം തന്നെ അഭിനയിക്കുകയാണ്. അങ്ങനെ വരാനിരിക്കുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം.